ഇന്ത്യ വിരുദ്ധ കലാപവും ഹിന്ദു വിരുദ്ധ കലാപവും നടക്കുന്ന ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയുടെ സൈനിക നീക്കം ഉണ്ടാകുമോ? ലോകം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉറ്റുനോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. പക്ഷേ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് തന്നെ രാജ്യം വിട്ട് ഭയന്നോടുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അജ്ഞാതൻ ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധന്മാരെ, ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന, ഇന്ത്യയെ കീറിമുറിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന, ഇന്ത്യക്കെതിരെയുള്ള കലാപം ഉയർത്തുന്നവർക്കെതിരെ അജ്ഞാതന്റെ വലിയ ആക്രമണങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിലാണ് അജ്ഞാതനെ പേടിച്ച് യൂനിസ് തന്നെ ബംഗ്ലാദേശിൽ നിന്ന് രാജ്യം വിട്ടോടാൻ ശ്രമിക്കുന്നത്. അതുമാത്രവുമല്ല, നിലവിലെ സാഹചര്യങ്ങൾ യൂനിസിന് അത്ര പന്തിയല്ല എന്ന് കൃത്യമായി അറിയാം. ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ കലാപം അത് എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ഹിന്ദു വേട്ട അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ അതിശക്തമായി തന്നെ ബംഗ്ലാദേശിന് താക്കീത് നൽകിയിരുന്നു. അതിന് പിന്നാലെ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഇന്ത്യയോട് അന്ത്യജതി തയ്യാറാണെന്നും ഇന്ത്യയുടെ സൗഹാർദ്ദം വിലപ്പെട്ടതാണെന്നും പിന്നീട് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. ഇതുകൂടാതെ തന്നെ ഇന്ത്യയോട് 50,000 ടൺ അരി ആവശ്യപ്പെടുകയും ചെയ്തു ബംഗ്ലാദേശി ഭരണകൂടം. നിലവിൽ സാമ്പത്തികപരമായും അതുപോലെ ഭക്ഷ്യധാന്യത്തിന്റെ കാര്യത്തിലും വലിയ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ബംഗ്ലാദേശ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ അരിക്ക് വേണ്ടി കൈകൂപ്പി യാചിക്കുകയാണ് ബംഗ്ലാദേശ് ഭരണകൂടം. ഇത് ഇന്ത്യ പരിഗണിക്കുമോ ഇല്ലേ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഇതിനു മുൻപ് ഒരു തവണ ഇന്ത്യക്കെതിരെ പ്രകോപനം ഉണ്ടാക്കിയ ഘട്ടത്തിലും ഇന്ത്യ 50,000 ടൺ അരി നൽകി ബംഗ്ലാദേശിനെ സഹായിച്ചിരുന്നു. അന്ന് ഇതിനെതിരെ സംസാരിച്ചവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ബംഗ്ലാദേശിലെ ഭരണാധികാരികളാണ് ഇന്ത്യക്കെതിരെ വെല്ലുവിളി നടത്തുന്നതും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതും. എന്നാൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളെ അതുകൊണ്ട് തന്നെ പട്ടിണിക്കിടാൻ കഴിയില്ല. അവരും ഒരു കാലത്ത് ഇന്ത്യക്കൊപ്പം ഉണ്ടായിരുന്ന ജനതയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പട്ടിണി മാറ്റാൻ ഇന്ത്യയെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക തന്നെ വേണം. ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പറഞ്ഞ വാക്ക്. ഇപ്പോൾ ഇതാ വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഭാഗത്ത് ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനപരമായ പ്രതികരണങ്ങൾ, ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളികൾ, ഇന്ത്യയെ കീറിമുറിക്കണമെന്നുള്ള ആഹ്വാനങ്ങൾ, ഇന്ത്യയെ ആക്രമിക്കണമെന്നുള്ള വലിയ ഭീഷണികൾ, മറുഭാഗത്ത് ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പി യാചിക്കുന്ന ഒരവസ്ഥ. ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ ചില കളികൾ കാണുന്നത്. ബംഗ്ലാദേശിനെ, അതായത് ഒരു കൃത്യമായ ഭരണ സംവിധാനമില്ലാത്ത, ഒരു കൃത്യമായ ഭരണാധികാരി ഇല്ലാത്ത ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ചില കരുനീക്കങ്ങൾ പാകിസ്ഥാൻ നടത്താൻ ശ്രമിക്കുന്നത്, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്, ഇതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കൃത്യമായി തന്നെ ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലേക്ക് ഒരു പ്രകോപനം ഉണ്ടായാൽ അടുത്ത നിമിഷം ബംഗ്ലാദേശ് അതിർത്തി ഇന്ത്യൻ സേന കടക്കും. ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ കൃത്യമായ പെട്രോളിംഗ് നടത്തുന്നുണ്ട്, പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ബി എസ് എഫിന്റെ കൂടുതൽ ട്രൂപ്പുകളെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പെട്രോളിംഗ് സംഘത്തെ അയച്ചിരിക്കുന്നു. കൂടുതൽ ഡ്രോണുകളെ നിരീക്ഷണ പറക്കലിന് ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടാക്കി. ബംഗ്ലാദേശിന്റെ അതിർത്തിയിലൂടെ ഇന്ത്യക്കുള്ളിലേക്ക് ഭീകരവാദികളെ കടത്തിവിടാമെന്നുള്ള പാകിസ്ഥാന്റെ വലിയ തന്ത്രം, ആ തന്ത്രം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിനെ പൊളിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും വലിയ വിഷയം. എന്തായാലും മുഹമ്മദ് യൂനിസ് എന്ന ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിന്റെ തലവൻ തന്നെ ബംഗ്ലാദേശ് വിട്ടോടുകയാണ്. അജ്ഞാതന്റെ ആക്രമണം ഭയന്ന് യൂനിസ് തന്നെ രാജ്യം വിടാൻ ഒരുങ്ങുന്നു. ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാനാവുന്നതല്ല എന്ന് യൂനിസിന് കൃത്യമായി ബോധ്യവുമുണ്ട്.